എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 204 ചോദ്യങ്ങളാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നോക്കിയേ, ഇവിടെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, ആ കളിക്കാരൻ 50 കളികൾ കളിച്ചു. അപ്പൊ അതിൽ അദ്ദേഹത്തിന് കിട്ടിയ റൺസുകളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് 10 റൺസിൽ കുറവ് കിട്ടിയ എത്ര മത്സരങ്ങളുണ്ട്, അതല്ലെങ്കിൽ സെഞ്ചുറി അടിച്ച അദ്ദേഹം സെഞ്ചുറി അടിച്ച എത്ര മത്സരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹാഫ് സെഞ്ചുറി അർദ്ധ സെഞ്ചുറി അടിച്ച എത്ര മത്സരങ്ങളുണ്ട്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യും, ഇതിൽ ഏറ്റവും കുറവ് റൺസ് അല്ലെ, ഏറ്റവും കുറവ് റൺസ് എത്രയാണ് കിട്ടിയതെന്ന് നോക്കും. അത് നമ്മൾ ആദ്യം എഴുതും. ആദ്യം എഴുതി കഴിഞ്ഞിട്ട് അതങ്ങനെ ഓർഡറിൽ എഴുതും അല്ലേ. അതാണ് നമ്മൾ ചെയ്യുക. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം നോക്കിയാൽ, ഇവിടെ നോക്കിയാൽ ഏറ്റവും കുറവ് എത്രയാണ് ഇതേ അല്ലേ, ഡക്ക് അടിച്ചിട്ടുണ്ട്. അതൊക്കെ 0 കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് ഒരു കളിയിൽ 0 കിട്ടിയിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ കിട്ടിയത് എത്രയാണ്, ഇതേ ഇവിടെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കിയത് ഇവിടെ സെഞ്ചുറി ഉണ്ട് അല്ലേ, 104 ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ 102 ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ 0 മുതൽ 104 റൺസ് വരെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 0 മുതൽ ഇങ്ങനെ 0, 1, 2, 3 അങ്ങനെ 104 വരെ എഴുതേണ്ടി വരും അല്ലേ. അപ്പോൾ എല്ലാ സംഖ്യകളും ഇങ്ങനെ നിരത്തി എഴുതൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അത് മാത്രമല്ല നമുക്ക് നോക്കിയാൽ 0 മുതൽ 104 വരെ എല്ലാ സംഖ്യകളുടെ ആവശ്യം ഇവിടെ വരുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഇത് എല്ലാ സംഖ്യകളും നമുക്ക് നിരത്തി എഴുതേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഇവിടെ നമ്മൾ വേറെ രീതിയിൽ ഒരു പട്ടിക തയ്യാറാക്കും. ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് എഴുതുന്നതിന് പകരം എന്ത് ചെയ്യും, ഓരോ വിഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കും. മനസ്സിലായാലോ? ഓരോ വിഭാഗങ്ങൾ, അതായത് ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ തിരിക്കും. അല്ലെങ്കിൽ നമ്മൾ 0 മുതൽ 100 വരെ അല്ല 104 വരെ നിരത്തി എഴുതണം. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യും, നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് തിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സുകളായിട്ട് തിരിക്കുക? ഇവിടെ നോക്കിയേ, ഇവിടെ 0 ആണ് ഏറ്റവും കൂടുതൽ, 104 ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 0 മുതൽ 10 റൺസ് വരെ ഒരു ഗ്രൂപ്പിൽ പെടുത്താം. 0 മുതൽ 10, പിന്നെ 10 മുതൽ 20, 20 മുതൽ 30, 30 മുതൽ 40. അതേ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ വരുന്ന മാറ്റം എന്താണ്, നമ്മളിങ്ങനെ ഓരോന്നും എഴുതുന്നതിന് പകരം ഓരോ വിഭാഗങ്ങളായിട്ട് ഓരോ ക്ലാസ്സുകളായിട്ട് തിരിച്ചെഴുതും. ക്ലിയർ ആയല്ലോ? അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കോളത്തിൽ എന്ത് എഴുതാം, ക്ലാസ് എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ക്ലാസ്. നമ്മൾ അല്ലെങ്കിൽ മലയാളം മീഡിയക്കാർ വിഭാഗം എന്ന് എഴുതാം, വിഭാഗം. പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ എന്താണ്, ടാലി. അടുത്തതിൽ നമുക്ക് കളികളുടെ എണ്ണം എന്ന് എഴുതാം അല്ലെ, കളികളുടെ എണ്ണം. അപ്പോൾ നമ്പർ ഓഫ് ഗെയിംസ്, കളികളുടെ എണ്ണം, ഗെയിംസ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കിയാൽ ഒരു ക്ലാസ് ഇരിക്കാൻ പോണ്. അപ്പോൾ ആദ്യം നമുക്ക് 0 മുതൽ 10 റൺസ് വരെയും കണ്ട. ഇനി 10 മുതൽ 20 റൺസ് വരെ എത്ര കളികളിൽ വാങ്ങി. ഇനി 20 മുതൽ 30 റൺസ് വരെയും. ഇനി 30 മുതൽ 40 റൺസ് വരെയും. ഇനി 40 മുതൽ 50 റൺസ് വരെ. മനസ്സിലായില്ലേ? ആ രീതിയിൽ നമ്മൾ 100 വരെ ഇടാം. 100 പോരാ, 104 ഉണ്ട് അല്ലേ. അപ്പോൾ 100 മുതൽ 110 വരെ ആ രീതിയിൽ നമ്മൾ ആദ്യം എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കിയാൽ 0 മുതൽ 10 വരെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 0 മുതൽ 10 വരെ. അടുത്തത് 10 മുതൽ 20. അപ്പൊ ഈ 10 ഏതിൽ പെടില്ല, 10 ഇതിൽ പെടില്ല. മനസ്സിലായില്ലേ? 0 മുതൽ 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ റൺസ് ഇതിൽ പെടുള്ളൂ. പിന്നെ 10 ഇവിടെ നിന്ന് തുടങ്ങും. 10, 11, 12, 13, 14, 15, 16, 17, 18, 19 വരെ ഇവിടെ വരുള്ളൂ. പിന്നെ 20 അവിടെ നിന്ന് തുടങ്ങും, ഇവിടുന്ന്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ 20 റൺസ് എന്ന് പറയുമ്പോൾ ഇതിലല്ല മാർക്ക് ചെയ്യേണ്ടത്, എവിടെയായിരിക്കും, ഇവിടെയായിരിക്കും. 20 മുതൽ 30, അതായത് 29 വരെ. പിന്നെ 30 ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 0 മുതൽ 9 റൺസ് അല്ലെ, 9 റൺസ് വരെ ഇതിൽ വരണം. അപ്പൊ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലെ. ഒന്നുകിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, ഇപ്പൊ 50 അല്ലെ. അപ്പൊ 50 എവിടെ വരുന്ന വെച്ചാൽ അവിടെ ഒരു വര വരയ്ക്കാം. പിന്നെ 0, അപ്പൊ 0ന്റെ നേരെ ഒരു വര വരയ്ക്കാം. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ 0 മുതൽ 9 വരെയുള്ളത് നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ 1 ഉണ്ട്, പിന്നെ ഇവിടെ 2, പിന്നെ ഇവിടെ 3 അല്ലെ, പിന്നെ ഇവിടെ 3. അപ്പൊ നമ്മൾ 3 വരെ ഒരുമിച്ച് എഴുതാം. അപ്പൊ അങ്ങനെ വേണം ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഏത് രീതിയിൽ എഴുതാണ് കൂടുതൽ താല്പര്യം, അതേ രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ ഓരോന്ന് ചെയ്യണമെന്ന് നോക്കിയാൽ ഇപ്പൊ 50 അല്ലെ. അപ്പൊ 50 അവിടെ വരും. ഇതിലാണോ വരാ, ഇതിലാണ് വരാം അല്ലെ. 50 മുതൽ ഇവിടെ ആണ് തുടങ്ങുന്നത്, ഇതിലല്ല. ഇവിടെ 49 വരെ വരുള്ളൂ അല്ലെ. അപ്പൊ നോക്കിയാൽ 50 ഇവിടെ ഞാൻ ഒരു വരച്ചു. അടുത്ത 0 അല്ലെ, 0 ആണല്ലോ. അപ്പൊ 0 ഞാൻ ഇവിടെ വരച്ചു. അടുത്ത എത്രയാണ്, 49. അപ്പൊ 49 എവിടെ വരാം, അല്ലെ. 50 തൊട്ട് 40 തൊട്ട് 50 വരെ. അപ്പൊ 49 ഇതിൽ വരും. ഇനി അടുത്ത എത്രയാണ്, 60 അല്ലെ. അപ്പൊ 60 അവിടെ വരും. 60 ഇതിലാണ് വരെ അല്ലെ. 60 തൊട്ട് 70. അപ്പൊ 60 ഇവിടെ വരും. ഇനി 100 എവിടെ വരും, 100 തൊട്ട് 110. അപ്പൊ 100 ഇവിടെ വന്നു. ഇനി അടുത്തത് 68. അപ്പൊ 68 എവിടെ വരും, 60 തൊട്ട് 70, 68. അപ്പൊ ഇവിടെ. അപ്പൊ 1 വരച്ചു. ഇനി 27 എവിടെ വരാം, 27 അല്ലെ. 20 തൊട്ട് 30. അപ്പൊ 27. അടുത്ത എത്രയാണ്, 48 എവിടെ വരും, 40 തൊട്ട് 50 അല്ലെ. അപ്പൊ 48 ഇതിൽ വന്നു. ഇനി 15. അപ്പൊ 15 നോക്കിയാൽ 10 തൊട്ട് 20, 15. ഇനി 65 60 തൊട്ട് 70. അപ്പൊ 65 അതിൽ വന്നു. ഇനി 101.
100 തൊട്ട് 110 അല്ലേ, അപ്പോൾ 101 അതിൽ വന്നു. ഇനി 45, 40, 50, അപ്പോൾ അതിൽ 45. ഇനി 2, 0 to 10 അല്ലേ, അപ്പോൾ അതിൽ 2 വന്നു. ഇനി 52 അതിൽ വരും 5, 60 അല്ലേ, അപ്പോൾ അതിൽ 52 വരും. പിന്നെ 25, 25 ഇവിടെ വരും. അടുത്തത് 18 ഇതിൽ വരും അല്ലേ, 10 തൊട്ട് 20, 18 വന്നു. അടുത്തത് 29, അപ്പോൾ 29, 22, 30, 29 വന്നു. പിന്നെ 53, 50, 60 അല്ലേ, 53 വന്നു. അത് 72, 80, 72. പിന്നെ 90 ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 90 ആ രൂപത്തിലുള്ള 10, 20, 30 അത് വരുമ്പോൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് 90 കാണുമ്പോൾ ഇവിടെ കൊണ്ട് എഴുതരുത്. ഇവിടെ 59 വരെയുള്ള ഇതാണ് 90, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 90 ഇവിടെ വന്നു. അടുത്ത 32, 32. അടുത്തത് 81, 28 ഇവിടെ വന്നു. 104 ഇവിടെ വന്നു. 35 ഇവിടെ. 49 ഇവിടെ വന്നു. 2 ഇവിടെ. 60 വരുമ്പോൾ ശ്രദ്ധിക്കുക. 60 ഇവിടെ എഴുതരുത്, 60 ഇവിടെ നിന്നാണ് അല്ലേ, അപ്പോൾ 60. അടുത്ത 87 ഇവിടെ വന്നു. 71, 38 ഇവിടെ വരും. 102, അപ്പോൾ 102 ഇവിടെ വന്നു. അടുത്ത 35 ഇവിടെ വന്നു. പിന്നെ 71 ഇവിടെ വന്നു. 68 അല്ലേ, 68. അപ്പോൾ 4 അപ്പോൾ 5-ാമത്തെ ക്രോസ് ചെയ്തു കണ്ടോ, 68 ക്രോസ് ചെയ്തു. 4 ആയല്ലോ, അപ്പോൾ 5-ാമത്തത്. ഇനി 20, അപ്പോൾ 20 ഇപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ അല്ല, ഇവിടെയാണ് 20. ഇവിടെയും 4 അപ്പോൾ നമ്മൾ 5-ാമത്തെ ക്രോസ് ചെയ്തു. ഇനി 10 അപ്പോൾ 10 നോക്കി ഇവിടെ എഴുതരുതല്ലേ, അതാണ് ശ്രദ്ധിക്കുക. 10, 20, 30 അത് വരുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ 10 ഇവിടെ അല്ല, ഇവിടെ നിന്നാണ് 10 അല്ലേ, അപ്പോൾ 10 ഇവിടെ എഴുതി. അടുത്ത 30 കാണാം, 30 ശ്രദ്ധിക്കണം, ഇവിടെ അല്ല വരാം, ഇവിടെയാണ് വരാം. അപ്പോൾ 4 ആയിട്ടുണ്ട്, അപ്പോൾ 5-ാമത്തേത് ക്രോസ് ചെയ്തു. ഇനി 55, 50, 60 അതിൽ വന്നു. ഇനി 47, 40, 50 അല്ലേ, അപ്പോൾ 47, 4 ആയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തു. ഇനി 21, 20, അപ്പോൾ ഇതിൽ അടുത്തത് വരച്ചു. ഇനി 35, 30, 40, 35, അപ്പോൾ നമ്മൾ കുറച്ച് നീക്കിയായിരുന്നു ഇട്ടു. ഇനി 12 അല്ലേ, 12 ഇവിടെ ഇട്ടു. ഇനി 20 ഇവിടെ അല്ലേ, അപ്പോൾ 20 ഇവിടെ ഇട്ടു. ഇനി 11, അപ്പോൾ 4 ആയിട്ടുണ്ട്, അപ്പോൾ ഒരെണ്ണം കൂടി ഇട്ടപ്പോൾ 5 ആയി. ഇനി 27, അപ്പോൾ 20, 30, 27. അടുത്ത 43, 40 അടുത്തത് എഴുതി. ഇനി 38, 30, 40 അല്ലേ, 38 രണ്ടാമത്തത്. ഇനി 40, അപ്പോൾ 40 വരുമ്പോൾ ഇവിടെ അല്ല വരാം, ഇവിടെ വരും അല്ലേ, അപ്പോൾ 40. അടുത്ത 48, 40, 50 അല്ലേ, 48 കണ്ടോ. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 0 മുതൽ 9 വരെയുള്ളൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ട് എന്നിട്ട് ഇതേപോലെ നമ്മൾ മുമ്പ് ചെയ്തില്ലേ അതേ രൂപത്തിൽ ഓരോന്ന് ഇട്ടിട്ട് പോവുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3 അല്ലേ, അപ്പോൾ 3, ഇവിടെ 5, ഇവിടെയൊക്കെ 5, 3, 8, ഇവിടെ 5, 2, 7, ഇവിടെ 5, 3, 8, ഇവിടെ എത്രയാണ് 4, അടുത്തത് 5, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 4. ഇനി നമുക്ക് നോക്കിയാൽ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചൂടെ. ഇവിടെ നോക്കിയാൽ 10ൽ കുറവ് എത്ര കളിയിലാണ് 10ൽ കുറവ് 10 തൊട്ട് 0 to 10 3 കളിയിൽ. ഇനി സെഞ്ചുറി എത്ര കളിയിൽ വാങ്ങിയിട്ടുണ്ട്, സെഞ്ചുറി നോക്കിയാൽ 100 തൊട്ട് 110 വരെ 4 കളിയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 208 2 ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഗിവൺ ബിലോ ആർ ദി ഹയസ്റ്റ് ടെമ്പറേച്ചേഴ്സ് 1 day in 40 towns മേക്ക് ഫ്രീക്വൻസി ടേബിൾ. അതായത് 40 ടൗണുകളിലെ ഒരു ദിവസത്തെ ഉയർന്ന ടെമ്പറേച്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യണം, ഒരു ഫ്രീക്വൻസി ടേബിൾ ആവൃത്തി പട്ടിക നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വിഭാഗങ്ങളായിട്ട് തിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് എഴുതാം ടെമ്പറേച്ചർ, അല്ലെങ്കിൽ വിഭാഗം എന്ന് എഴുതിയാലും മതി, ക്ലാസ് എന്ന് എഴുതിയാലും മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ ആണ്, അതുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ എന്ന് എഴുതി ടെമ്പറേച്ചർ. ഇനി നമുക്ക് നോക്കിയേ അതിനെ വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും കുറവ് എത്രയാണ്, ഏറ്റവും കുറവ് 23 ആണ്, ഏറ്റവും കൂടുതൽ 47 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ തിരിക്കാം, 23 ഉൾപ്പെടണം അല്ലേ. അപ്പോൾ 23 ഉൾപ്പെടാൻ നമുക്കൊരു പണി ചെയ്യാം, 20 തൊട്ട് 25. അപ്പോൾ 20 മുതൽ 25, 25 മുതൽ 30, 30 മുതൽ 35 അല്ലേ. അപ്പോൾ ആ രീതിയിൽ എഴുതിക്കൂടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആദ്യം അടുത്ത ചെറുത് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ 23 ആണ്. അപ്പോൾ 23 ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ എന്ത് വേണം, 23 തൊട്ട് നമുക്ക് 20 എടുക്കാം അല്ലേ. അപ്പോൾ 20 മുതൽ 25 വരെ അങ്ങനെ എഴുതിക്കൂടെ. അപ്പോൾ ടെമ്പറേച്ചർ നമുക്ക് 20 മുതൽ 25 വരെ അതൊരു വിഭാഗമാക്കി. ഇനി നമുക്ക് 25 മുതൽ 30 വരെ അടുത്തത്. ഇനി 30 മുതൽ 35 വരെ. ഓക്കെ, ഇനി 35 മുതൽ 40 വരെ അല്ലേ. ഇനി നമുക്ക് 40 മുതൽ 45 വരെ അല്ലേ. ഇനി നമുക്ക് 47 ഉണ്ട് ഇവിടെ അല്ലേ. അപ്പം എന്ത് വേണം, 45 മുതൽ 50 വരെ അല്ലേ, 50 വരെ. അപ്പം എല്ലാതും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ആ പണി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടാലി അടയാളം, ടാലി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്, 20 മുതൽ 25 എന്ന് പറയുമ്പോൾ 25 ഇതിൽ പെടില്ല. 25 എതിരെ പെടുള്ളൂ, 25 മുതൽ 30 കണ്ട. അപ്പോൾ 20, 21, 22, 23, 24 വരെ ഇതിൽ പെടുള്ളൂ.
പിന്നെ ഇവിടെ 25 മുതൽ 30 ഇതിൽ പെടില്ല, 25 മുതൽ 29 വരെ ഇതിൽ പെടുള്ളൂ. 30 ഇതിലാ പെടുക, ഇതിലാ പെടുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് 30 എന്ന് പറയുമ്പോൾ ഇതിൽ കൊണ്ടുങ്ങായിട്ട് മാർക്ക് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടാലി അടയാളം അല്ലേ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിയാൽ 41 ഇതിലാ വിടാം. 40 തൊട്ട് 45 അല്ലേ, അപ്പോൾ 41 ഇവിടെ ഇട്ടു. ഇനി 23 20 തൊട്ട് 25 23. അടുത്ത 32 32 ഇവിടെ വന്നു അല്ലെ, 30 തൊട്ട് 35 32. ഇനി 40 40 50 അതൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. 40 എവിടെ വരാം? ഇതിലല്ല വരാ, ഇവിടെയാണ്. 40 മുതൽ 45 വരെ ഇതിലാണ് വിടുക. മനസ്സിലായില്ലേ? ഇവിടെ കൊണ്ട് പെട്ടെന്ന് വരയ്ക്കാൻ പാടില്ല. ഇനി അടുത്തത് 25 25 അപ്പോൾ എവിടെ പെടും? ഇവിടെ പെടുവോ? ഇല്ല അല്ലേ, 25 മുതൽ 30 ഇവിടെ. ഓക്കെ, ഇനി നോക്കിയാൽ 30 എവിടെ പെടാ? ഇതിൽ പെടുവോ? പെടില്ല. ഇവിടെ 30 മുതൽ 35 അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം. അടുത്തത് 38 35 മുതൽ 40 അല്ലേ, അപ്പോൾ 38. അടുത്തത് 47 45 മുതൽ 50 47. അടുത്തത് 40 അപ്പോൾ 40 വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ അല്ല വരണ്ടേ, ഇവിടെ 40. അടുത്തത് 39 39 ഇവിടെ വരും. അടുത്തത് 26 25 തൊട്ട് 30 അല്ലേ, 26. അടുത്തത് 31 ഇവിടെ വരും. 37 അടുത്തത് 32 ഇവിടെ വന്നു. അടുത്ത 36 ഇവിടെ വന്നു. അടുത്ത 41 ഇവിടെ വന്നു. അടുത്ത 30 30 ശ്രദ്ധിക്കണം, ഇവിടെ അല്ല വരണ്ടേ, ഇവിടെ അല്ലേ, 30 മുതൽ. അപ്പോൾ ഇവിടെ 4 ആയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ 5-ാമത്തെ ക്രോസ് ചെയ്തു. ഇനി 25 അപ്പോൾ 25 ഇവിടെ അല്ല വരാ, ഇവിടെ കണ്ടില്ലേ, അപ്പോൾ 25. അടുത്തത് 27 അടുത്ത 30 ഇവിടെ ആണോ? അല്ല, ഇതിൽ അല്ലേ, അപ്പോൾ 30 ഇവിടെ 5 കഴിഞ്ഞപ്പോൾ നമ്മൾ 6-ാമത്തെ ഇങ്ങോട്ട് നീക്കിട്ടു. ഇനി 29 അപ്പോൾ ഇവിടെ 4 ആയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ 5-ാമത്തെ ക്രോസ് ചെയ്തു 29. ഇനി 40 ഇവിടെ ആണോ? അല്ല, ഇതിൽ അല്ലേ, അപ്പോൾ 40 4 അപ്പോൾ 5-ാമത്തെ ക്രോസ് ചെയ്തു. ഇനി 38 ഇവിടെ 4 അപ്പോൾ 5-ാമത്തെ ക്രോസ് ചെയ്തു. ഇനി 36 തന്നെ അല്ലേ, അപ്പം ഇങ്ങോട്ട് നീക്കിയിട്ടു 36. ഇനി അടുത്ത് 43 ഇവിടെ വന്നു. അടുത്തത് 37 ഇവിടെ വന്നു. അടുത്തത് 28 ഇവിടെ വന്നു. അടുത്തത് 27 അതിൽ തന്നെ അല്ലേ, അതിൽ തന്നെ വന്നു. അടുത്തത് 32 ഇവിടെ വന്നു. അടുത്തത് 36 ഇവിടെ വന്നു. അടുത്തത് 38 ഇവിടെ വന്നു. അടുത്തത് 36 അതിൽ തന്നെ അല്ലേ, 36 അപ്പം നമ്മൾ ക്രോസ് ചെയ്തു. 4 ആയില്ലേ, അപ്പോൾ 5-ാമത്തെ ക്രോസ് ചെയ്തു. അടുത്തത് 33 ഇവിടെ വന്നു. അടുത്ത 32 അതിൽ തന്നെ അല്ലേ, 32. അടുത്ത 28 ഇവിടെ വന്നു. അടുത്തത് 27 അതിൽ തന്നെ വന്നു. അടുത്തത് 23 ഇവിടെ വന്നു. അടുത്തത് 26 ഇവിടെ 4 അല്ലേ, 5-ാമത്തെ ക്രോസ് ചെയ്തു. അടുത്തത് 28 ഇവിടെ അല്ലേ, അപ്പോൾ നമ്മൾ 5 ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നീക്കിയിട്ടു. അടുത്തത് 31 എവിടെയാണ് വരാം? 31 ഇവിടെ 4 അപ്പോൾ 5-ാമത് നമ്മൾ ക്രോസ് ചെയ്തു. ഇനി നമുക്ക് നോക്കിയാൽ ഇവിടെ അല്ലേ എത്ര എണ്ണം ഉണ്ടെന്ന് അല്ലേ, എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. നമ്പർ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 2, ഇവിടെ 5 5 10 11, ഇവിടെ 5 5 10, ഇവിടെ 5 5 10, ഇവിടെ 5 1 6, ഇവിടെ 1 അല്ലേ. അപ്പോൾ നമ്മൾ ടേബിൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് അതിന് ഉത്തരം എഴുതാനും പറ്റും. മനസ്സിലായല്ലോ? ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ദി ഹൈറ്റ്സ് ഓഫ് 45 പീപ്പിൾ ഹൂ ടുക്ക് പാർട്ട് ഇൻ എ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആർ ഗിവൺ ബിലോ. അതായത് ശാരീരിക ക്ഷമത പരിശോധന. അപ്പോൾ അതിൽ പങ്കെടുത്ത 45 പേരുടെ ഉയരമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ, ഒരു ഫ്രീക്വൻസി ടേബിൾ നമ്മൾ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യണം? അപ്പോൾ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കണം, ഏറ്റവും വലുതും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത് 141. നോക്കിയാൽ നിങ്ങൾ 141 ഏറ്റവും ചെറുത് അല്ലേ. ഏറ്റവും വലുതോ? ഏറ്റവും വലിയ ഹൈറ്റ് എത്രയാണ്? ഏറ്റവും ഉയരം കൂടുതൽ 179 കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് വിഭാഗങ്ങളാക്കണം. അപ്പോൾ 141 അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 140 145. നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 141 അല്ലേ. അപ്പോൾ 140 തൊട്ട് മുമ്പ് 140 എടുക്കുക നമുക്ക്. അപ്പോൾ 140 145 145 150 അങ്ങനെ നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്യാം. ഇത് തന്നിട്ടില്ലെങ്കിൽ മനസ്സിലായല്ലോ. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ച് നമുക്ക് ബാക്കിയുള്ള എഴുതിയാൽ മതി. 145 150 150 155 അല്ലേ. അതേ രൂപത്തിൽ നമ്മൾ എഴുതാം. അപ്പോൾ ഓക്കെ, ഇവിടെ നോക്കിയേ. അപ്പോൾ നമ്മൾ 175 180 അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ 179 അപ്പോൾ നമുക്ക് ഇതിൽ പെടും അല്ലേ. അപ്പോൾ നമ്മൾ 180 വരെ എഴുതി. ഇനി നോക്കിയാൽ നമുക്ക് ടാലി അടയാളം അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാൻ. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് 160 വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിലെ പെടുള്ളൂ, ഇതിലാണ് പെടുക, ഇതിലല്ല പെടുക അല്ലേ. ഇവിടെ 159 വരെ പെടുള്ളൂ, ഇതിലാണ് 160 വരെ അല്ലേ. അപ്പോൾ 160 നമ്മൾ 1. ഇനി നോക്കിയാൽ 145. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ഇവിടെയല്ല ഇവിടെയാണ്, ഇത് മുതലാണ് 145. അത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി 168 ഇവിടെ വന്നു. ഇനി 156 155 അല്ലേ. അപ്പോൾ 156 ഇവിടെ വന്നു. 168 അപ്പോൾ 168 ഇവിടെ. ഇനി 170
ഇവിടെയൊക്കെ 168.4 അല്ലേ, അതായത് 165 170 ഇടയിൽ വരും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ 170. അപ്പോൾ 170 ഇവിടെയാണോ? അല്ല, ഇവിടെ അല്ലേ 170. അത് ശ്രദ്ധിക്കണം. അപ്പോൾ 163. അപ്പോൾ 163. ഇനി 177. 177 ദേ ഇവിടെ വരും. അടുത്തത് 143. 143 ഇവിടെ വരും അല്ലേ. 140 മുതൽ 145 വരെ. ഇനി 175. അപ്പോൾ 175 നോക്കിയാൽ ഇവിടെയല്ലേ വരാം അല്ലേ, ഇവിടെ 175. അടുത്തത് 169. ഇതാ ഇവിടെ വന്നു. ഇനി 154. 154 ഇവിടെ വരും. പിന്നെ 163. 163 ഇവിടെ വരും. അത് 176. 176 ഇവിടെ വരും. അടുത്ത് 160.3 അല്ലേ, 160.3. അപ്പോൾ ഇവിടെ വരും 160 മുതൽ ഇത് അല്ലേ. അപ്പോൾ 160.3 ഇതിൽ വരും. പിന്നെ 164 ഇതിൽ തന്നെ വരും. അപ്പോൾ 4 ഇനി 5 നമ്മൾ ക്രോസ് ചെയ്തു. അടുത്തത് 150. അപ്പോൾ ഇവിടെ അല്ല, ഇവിടെ 150. 168 ഇതാ ഇവിടെ വരും. 166 അതും ഇതിൽ തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ക്രോസ് ചെയ്യാം. 166. അടുത്തത് 148. 140 ഇതാ ഇവിടെ വന്നു. ഇനി 154 ഇതാ ഇവിടെ വന്നു. 159 എവിടെയാണ്? 159 ഇവിടെയാണ് വരാം അല്ലേ, 159. ഇനി 164.5. 164 അപ്പോൾ ഇവിടെ വരാം ഇതിൽ അല്ലേ. 165 ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലാണ് വിടുക, മനസ്സിലായല്ലോ. അപ്പോൾ 164.5 വിടുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി 165 അപ്പോൾ ഇതിലാണ്, ഇതിൽ വിടും അല്ലേ. 165 ഇതിൽ വന്നു. അടുത്തത് 155. 155 ഇതിലല്ല, ഇതിൽ. അടുത്തത് 148.2 അപ്പോൾ ഇതിൽ വന്നു. അടുത്തത് 158 ഇതിൽ വന്നു. അടുത്തത് 174. 174 ഇതിൽ അല്ലേ, 174. അടുത്ത 169. 169 ഇതിൽ അല്ലേ, 169. ഇനി 168 എവിടെ വരും? ഇതിൽ തന്നെ വരും അല്ലേ, 168. ഇനി 165 ഇതിലല്ല, ഇതിൽ തന്നെ വരും. അടുത്ത 170. 170 അല്ല, ഇതിൽ 170. അടുത്ത 141 ഇതാ ഇവിടെ വന്നു. 172.7 അപ്പോൾ 172 പോയിന്റ് അല്ലേ. അപ്പോൾ ഇവിടെ വന്നു. അടുത്ത 179 ഇതാ ഇവിടെ വന്നു. അടുത്ത 167 ഇതിലാണ് വരാം അല്ലേ. അപ്പോൾ ഇവിടെ 4 അപ്പോൾ നമുക്ക് 5 ക്രോസ് ചെയ്തു. ഇനി 171 ഇതാ ഇതിൽ വന്നു അല്ലേ. അപ്പോൾ നമ്മൾ 5 ക്രോസ് ചെയ്തു. അടുത്തത് 159 ഇവിടെയാണ് വരിക അല്ലേ. അപ്പോൾ 4 അപ്പോൾ 5 ഇവിടെ ക്രോസ് ചെയ്തു. ഇനി 167. 167 ഇവിടെ അല്ലേ. അപ്പോൾ ഇവിടെ അടുത്തത് തുടങ്ങി നമ്മൾ. അത് 171 ഇവിടെ വരും അല്ലേ, 171. അടുത്ത 165. 165 എവിടെയാണ് വരിക? ഇതിലല്ല, ഇതിൽ അല്ലേ, 165. അത് 171 ഇതാ ഇതിൽ വന്നു. അടുത്ത 167. 167 ഇതിൽ അല്ലേ, 167. അടുത്ത 162 എവിടെയാണ്? ഇവിടെ. ഇനി 171. 171 ഇവിടെ അല്ലേ, ഇവിടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇത് എത്ര എണ്ണം എഴുതാം അല്ലേ. ഇവിടെ 2 എണ്ണം, 2. ഇവിടെ 2 1 3. ഇവിടെ 3. ഇവിടെ 5 അല്ലേ, ഒരു സെറ്റ് 5. ഇവിടെ നോക്കിയാൽ 5 2 7. ഇതിൽ 5 5 10 3 13. ഇവിടെ 5 3 8. ഇവിടെ 4. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുക, മനസ്സിലായല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇവിടെ വന്നാട്ടാ ഇത് 140 മുതൽ 145 അല്ല ഇതിൽ പെടില്ല, 144 വരെ ഇതിൽ പെടുള്ളൂ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.